Hi, hello everyone, welcome. Today we discuss the second unit from the fourth block, A.R. Desai, Social Background of Indian Nationalism, State and Society. Through this unit, we can understand the life sketch of A.R. Desai and his contribution. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് A.R. ദേശായിനെ കുറിച്ചാണ്. A.R. Desai, Akshay Ramalal Desai was a prominent Marxist sociologist and public intellectual from Gujarat, India. ഇപ്പോൾ A.R. ദേശായിയുടെ ഫുൾ നെയിം വരുന്നത് അക്ഷയ് രാംലാൽ ദേശായി എന്നാണ്. ഇദ്ദേഹം ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള മാർക്സിസ്റ്റ് സോഷ്യോളജിസ്റ്റും അതേപോലെ തന്നെ പബ്ലിക് ഇൻ്റലക്ച്വലും ആയിരുന്നു. അതായത് ഒരു പൊതു ബുദ്ധിജീവിയായിരുന്നു. ഹി വാസ് ബോൺ ഇൻ നാദിയാർ, ഗുജറാത്ത് ആൻഡ് ബിലോങ് ടു ദ നാഗർ ബ്രാഹ്മിൻ കാസ്റ്റ്. ഇദ്ദേഹം ഗുജറാത്തിലെ നാദിയാറിലാണ് ജനിച്ചിട്ടുള്ളത്. അവിടുത്തെ ഒരു നാഗർ ബ്രാഹ്മൺ കാസ്റ്റിൽ പെടുന്ന ഒരു ആളായിരുന്നു. ഹിസ് ഫാദർ രാംലാൽ വസന്ത്ലാൽ ദേശായി വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ ഇൻ ബറോഡ ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് അക്ഷയ്സ് പൊളിറ്റിക്കൽ ആൻഡ് റിസർച്ച് ഇൻട്രസ്റ്റുകൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് രാംലാൽ വസന്ത്ലാൽ ദേശായി എന്ന് പറയുന്ന വ്യക്തി ബറോഡയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യലായിരുന്നു. അതേപോലെ തന്നെ അക്ഷയുടെ പൊളിറ്റിക്കൽ റിസർച്ചുകൾ ഇൻട്രസ്റ്റുകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ. ദേശായി സ്റ്റഡീസ് അറ്റ് ബോംബെ യൂണിവേഴ്സിറ്റി ഏർണിംഗ് എ ലോ ഡിഗ്രി ആൻഡ് പെർസ്യൂയിങ് എ PhD ഇൻ 1946. അപ്പോൾ ദേശായി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോയിൽ ഒരു ഡിഗ്രി 1946 നേടി. അതേപോലെ തന്നെ ഒരു PhDയും എടുത്തിട്ടുണ്ട്. ഹി ജോയിൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി അറ്റ് ബോംബെ യൂണിവേഴ്സിറ്റി ഇൻ 1951, റിട്ടയറിംഗ് ആസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ 1975 ആഫ്റ്റർ 25 years ഓഫ് ടീച്ചിങ് ആൻഡ് റിസർച്ച്. ഇദ്ദേഹം 1951 ബോംബെ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്ന് അദ്ദേഹം അവിടെ ഒരു 25 years ടീച്ചിങ്ങിലും റിസർച്ചിലൊക്കെ നിന്നിട്ടുണ്ട്. അങ്ങനെ 1975 അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ആവുന്നത്. Desai reinterpreted Marxist theories within the Indian context and offered an alternative to existing framework like the ideological and structural functionalist perspective. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാർക്സിസ്റ്റ് തിയറീസുകളെ ദേശായി റീഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ഇൻഡോളജിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവുകൾ പോലുള്ള നിലവിലുള്ള ഫ്രെയിംവർക്കുകൾക്ക് ഒരു ബദലായിട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്തായിരുന്നു, ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ തിയറീസുകളെ മോഡിഫൈ ചെയ്തെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹി മൂവ്ഡ് ദ എംഫസൈസ് ഫ്രം ദ മൈക്രോ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ടു മാക്രോ ആൻഡ് മെസോ സ്റ്റഡീസ്, എക്സാമിനിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം, നാഷണലിസം, ക്ലാസ് ഫോർമേഷൻ, അഗ്രേറിയൻ സ്ട്രക്ചർ, സ്റ്റേറ്റ് ഫോർമേഷൻ ആൻഡ് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇദ്ദേഹം മൈക്രോ സോഷ്യോളജിക്കൽ സ്റ്റഡീസിൽ നിന്ന് മാക്രോ ആൻഡ് മെസോ സ്റ്റഡീസിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പഠനങ്ങളിലേക്ക് അദ്ദേഹം ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈക്രോ സോഷ്യോളജിക്കൽ സ്റ്റഡീസിൽ ഉൾപ്പെടുന്നത് വില്ലേജ് സ്റ്റഡീസ്, കാസ്റ്റ്, ട്രൈബൽ ലൈഫ്, ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെയാണ് ഈ ഒരു മൈക്രോ സോഷ്യൽ സ്റ്റഡീസുകളിൽ ഉൾപ്പെടുന്നത്. മാക്രോയിൽ ഉൾപ്പെടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ക്യാപിറ്റലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, നാഷണലിസം, ക്ലാസ് ഫോർമേഷൻ, അഗ്രേറിയൻ സ്ട്രക്ചർ, സ്റ്റേറ്റ് ഫോർമേഷൻ, പെസൻറ്റ് മൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള മാക്രോ മെസോ പഠനങ്ങളിലേക്കാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ട് കൂടുതലായിട്ട് ഊന്നൽ നൽകിയിട്ടുള്ളത്. ദേശായി പ്ലേഡ് എ കീ റോൾ ഇൻ ഫൗണ്ടിങ് ദ ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി and serve as its the president from 1978 to 1980. അപ്പോൾ ഇന്ത്യയിലെ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നതിൽ ദേശായി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1978 മുതൽ 80 വരെ അദ്ദേഹം അവിടുത്തെ പ്രസിഡൻ്റ് ആവുകയായിരുന്നു. ഹി എയിം ടു ക്രിയേറ്റ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ എയിമായിട്ട് പറയുന്നത്. Desai utilized a historical approach often within a Marxist framework to analyze Indian social structures, including feudalism and the emergence of nationalism. ഇപ്പോൾ ഫ്യൂഡലിസം, നാഷണലിസത്തിൻ്റെ എമർജൻസ് ഉൾപ്പെടെ ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചറുകളെ അനലൈസ് ചെയ്യുന്നതിനായിട്ട് ദേശായി ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പലപ്പോഴും എങ്ങനെയായിരുന്നു, ഒരു മാർക്സിസ്റ്റ് ഫ്രെയിംവർക്കിന് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ് ദേശായി ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഹിസ് റൈറ്റിംഗ്സ് എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നാഷണലിസം,
social classes, rural society, agrarian structures and the state's role in capital mode of production in independent India. ഇതിൻ്റെ റൈറ്റിങ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യുന്നതുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നാഷണലിസത്തിൻ്റെ റിലേഷൻഷിപ്പ്, സോഷ്യൽ ക്ലാസ്സസുകൾ, റൂറൽ സൊസൈറ്റികൾ, അഗ്രേറിയൻ സ്ട്രക്ചറുകൾ, അതേപോലെ തന്നെ സ്റ്റേറ്റ്സ് റോൾ ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ സ്റ്റേറ്റിൻ്റെ റോൾ ഓഫ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനിലുള്ള സ്റ്റേറ്റിൻ്റെ റോള്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കീ പബ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആൻഡ് ഇന്ത്യാസ് പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് വേർ ഹി എക്സാമിൻ ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻറ്റൽ മോഡൽ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പബ്ലിക്കേഷൻസുകളിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ഇന്ത്യാസ് പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൃതി. ഇത് രണ്ടും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ്സിൻ്റെ മോഡൽസുകൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഹി എക്സാമിൻഡ് ഇന്ത്യാസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻറ്റ് മോഡൽസ്. അപ്പോൾ ഇതിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡെവലപ്മെൻറ്റ് മോഡലിൽ ഇന്ത്യയുടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓവർ എ 5 years ഡിക്കേഡ്സ് കരിയർ ദേശായി ഓതറൈസ്ഡ് അപ്രോക്സിമേറ്റ്ലി 25 books ആൻഡ് ന്യൂമറസ് ആർട്ടിക്കിൾസ് ഇൻ വേരിയസ് റീജിയണൽ പബ്ലിക്കേഷൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നീണ്ടു നിന്നിട്ടുള്ള ഈ ഒരു 5 പതിറ്റാണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൽ. അതിൽ ഏകദേശം ഇദ്ദേഹം ഒരു 25 വർക്കുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹം നിരവധി ലേഖനങ്ങൾ, ആർട്ടിക്കിളുകളും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. A.R. Desai's sociological work focused on the transformation of Indian society, particularly from a Marxist perspective. He analyzed the interplay of class, nationalism, and the states in colonial and post-colonial India. Desai's approach emphasized the dialectical relationship between economic force, social structure, and political power. അപ്പോൾ A.R. ദേശായിയുടെ സോഷ്യോളജിക്കൽ വർക്കുകൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയലിൽ ഉണ്ടാകുന്ന പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിലെ ക്ലാസ്, നാഷണലിസം, അഡ്മിനിസ്ട്രേഷൻ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക് ഫോഴ്സുകൾ, സോഷ്യൽ സ്ട്രക്ചറുകൾ, പൊളിറ്റിക്കൽ പവറുകൾ എന്നിവ തമ്മിലുള്ള ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പ് ദേശായി എന്ത് ചെയ്യുന്നുണ്ട്, ഊന്നൽ നൽകുന്നുണ്ട്. അതിലെല്ലാം എംഫസൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ മേജറായിട്ട് വരുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്നാണ്. ദേശായിസ് മോസ്റ്റ് നോട്ടബിൾ വർക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം അനലൈസ് ദ ഫോർമേഷൻ ഓഫ് ക്ലാസസ് ആൻഡ് ദെയർ റോൾ ഇൻ നാഷൻ ബിൽഡിംഗ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്. അപ്പോൾ ദേശായിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കൃതികളിലൊന്നാണ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത്. ഇത് 1881 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് റൂളിൻ്റെയും പോസ്റ്റ് ഇൻഡിപെൻഡൻസിലെ ക്ലാസ്സുകളുടെ ഫോർമേഷനെയും നാഷണൽ ബിൽഡിങ്ങിൻ്റെയും അതിൻ്റെയൊക്കെ പങ്കിനെയൊക്കെയാണ് ഈ ഒരു കൃതിയിൽ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഇന്ത്യാസ് പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. ഹിസ് ലെറ്റർ വർക്ക് സച്ച് ആസ് ദ ഇന്ത്യാസ് പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്, എ മാർക്സിസ്റ്റ് അപ്രോച്ച് ആൻഡ് ദ പബ്ലിക് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ എക്സാമിൻ ദ പ്ലാനിംഗ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ് ഓൺ ഇന്ത്യാസ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യാസ് പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്, എ മാർക്സിസ്റ്റ് അപ്രോച്ച്, ദി പബ്ലിക് സെക്ടർ ഇൻ ഇന്ത്യ ഇങ്ങനെ പറയുന്ന ഈ ഒരു 2 പുസ്തകത്തിലും ഇദ്ദേഹത്തിൻ്റെ പ്ലാനിങ് പ്രോസസ്സുകളും അതേപോലെ തന്നെ അഗ്രേറിയൻ ക്ലാസ്സുകളുടെ സ്ട്രക്ചറുകളിൽ അതിൻ്റെ ആ ഒരു ഇമ്പാക്ട്സിനൊക്കെ പറ്റിയിട്ടാണ് അതിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 കൃതികളും നോട്ടബിൾ ആയിട്ടുള്ള 2 കൃതികളാണ്, ലെറ്റർ വർക്ക്സുകളാണ്. അപ്പോൾ ഇതിൽ 2 കൃതികളിലും എന്താണ് പറയുന്നത്, ഇന്ത്യയിലെ വർക്കിംഗ് ക്ലാസ്സുകളെ കുറിച്ചിട്ടും ഈ ഒരു 2 വർക്കുകളിലും പ്ലാനിംഗ് പ്രോസസ്സിലൂടെ ഇന്ത്യയുടെ അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചറിൽ അതിൻ്റെ സ്വാധീനത്തെയൊക്കെയാണ് പരിശോധിക്കുന്നത്. Desai also explored the social movements and state-society relationship in work like State and Society in India and Peasant Struggles in India. അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, പെസൻറ്റ് സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 2 കൃതികളിലും ദേശായി എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മൂവ്മെൻറ്റ്സുകളെയും സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പുകളെയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടംപററി ഇന്ത്യയിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് ആർട്ടിക്കിളുകളും 25 ബുക്സുകളൊക്കെ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വന്നിട്ടുള്ള മെയിനായിട്ട് വന്നിട്ടുള്ള വർക്കുകളും അതിൽ വന്നിട്ടുള്ള വിഷയങ്ങളുമാണ്, അനലൈസ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സുകൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുകൂടാതെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കണ്ടംപററി ഇന്ത്യയിൽ നിലനിൽക്കുന്ന മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, കാർഷിക പ്രസ്ഥാനങ്ങൾ, ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അടിച്ചമർത്തലുകൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പാട്രിയാർക്കി സൊസൈറ്റി അല്ലെ, പുരുഷാധിപത്യ സൊസൈറ്റി
സൊസൈറ്റി, ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി തരത്തിലുള്ള ആർട്ടിക്കിളുകളും അതേപോലെ തന്നെ നിരവധി വർക്കുകളും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ലാവണികൾ സംഘടിത സമരങ്ങളൊക്കെ വികസിപ്പിക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ AR ദേശായി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്താണെന്നുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. മെത്തഡോളജി ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ദേശായി യൂട്ടിലൈസ് ദ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ടു അനലൈസ് ഇന്ത്യൻ സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റി ആൻഡ് ഹിസ്റ്ററി ആസ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ സോഷ്യോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ ഇന്ത്യൻ സോഷ്യോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങളെ ഹിസ്റ്ററിനെയും വിശകലനം ചെയ്യാൻ ദേശായി ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യൻ സോഷ്യോളജിയുടെ പഠനങ്ങൾക്ക് ഒരു പ്രധാന സംഭാവനയായിരുന്നു. ഹി ക്രിട്ടിക്യൂഡ് ദ മെയിൻ സ്ട്രീം സോഷ്യോളജീസ് ഫോക്കസ് ഓൺ ദ സിവിലൈസേഷണൽ ആൻഡ് കൾച്ചറലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു മെയിൻ സ്ട്രീമിലുള്ള സോഷ്യോളജിയുടെ സിവിലൈസേഷൻ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. Desai viewed the sociology as an interdisciplinary social science using the historical, political and economical perspective to understand the social phenomena like nationalism and class formation in India. അപ്പോൾ ദേശായി സോഷ്യോളജിയുടെ ഒരു ഇൻ്റർഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പെർസ്പെക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ ഫിനോമിനാസ് ലൈക്ക് നാഷണലിസം ആൻഡ് ക്ലാസ് ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന നാഷണലിസം, ക്ലാസ് ഫോർമേഷൻ ഇങ്ങനെയുള്ള സോഷ്യൽ ഫിനോമിനാസുകളെ മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ പെർസ്പെക്റ്റീവുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വീക്ഷണകോണുകളിൽ നിന്ന് ഇതുപോലെ അനലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെന്തെന്ന് വിളിക്കുന്നത്, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സോഷ്യൽ സയൻസ് ആയിട്ട് കാണുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹി കോൺസെൻട്രേറ്റഡ് ഓൺ ദ ഇമ്പാക്ട്സ് ഓഫ് ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് എംഫസൈസിങ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ മാക്രോ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഇന്ത്യയുടെ മാക്രോ സോഷ്യൽ സ്ട്രക്ചറുകളിലും പൊളിറ്റിക്കൽ പ്രോസസ്സുകളിലും ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസുകളുടെയും പോളിസികളുടെയും സ്വാധീനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. AR ദേശായി's works marked as significant departures from the dominant approach of the Bombay School of Sociology, particularly the work of G.S. Ghurye. ഇപ്പോൾ ബോംബെ സ്കൂൾ ഓഫ് സോഷ്യോളജിയുടെ ഡോമിനൻ്റ് അപ്രോച്ചുകളിൽ നിന്ന്, പ്രത്യേകിച്ച് GS Ghuryeയുടെ വർക്കുകളിൽ നിന്ന് AR ദേശായിയുടെ വർക്കുകൾ എന്തായിരുന്നു, തികച്ചും വ്യത്യസ്തമായിരുന്നു. While Ghurye focused on the ontological and textual analysis of caste and village structure, Desai introduced a historical and materialistic perspective, shifting the focus of the macro level analysis of the state, nationalism and class dynamics in India. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന കാസ്റ്റ്, വില്ലേജ് സ്ട്രക്ചർ എന്നിവയുടെയൊക്കെ ഒരു ഇൻറ്റോളജിക്കൽ ആൻഡ് ടെക്സ്റ്റ് അനാലിസിസുകളിൽ ഗുരു എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേശായി ഇവിടെ എന്താണ് ചെയ്യുന്ന, ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവുകൾ അവതരിപ്പിക്കാം. ഇന്ത്യയുടെ സ്റ്റേറ്റ്സ്, നാഷണലിസം, ക്ലാസ് ഡൈനാമിക്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മാക്രോ കാര്യങ്ങളുടെ അനാലിസിസിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. He viewed Indian sociology and political reality through a Marxist lens as a scholar and engaged in labor union activities and mobilization of disadvantaged group as an activist. അപ്പോൾ ഇദ്ദേഹം ഒരു സ്കോളർ എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യൻ സോഷ്യോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങൾ മാർക്സിസ്റ്റ് ലെൻസിലൂടെയാണ് വീക്ഷിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ലേബേഴ്സ് യൂണിയൻ്റെ ആക്ടിവിറ്റീസുകളെ, ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സുകളെ അണിനിരത്തുന്നതിലൊക്കെ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. He believed history is crucial for understanding contemporary society and advocated for an interdisciplinary approach to social science. അതേപോലെ തന്നെ ഈ ഒരു കണ്ടംപററി സൊസൈറ്റീനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി ഭയങ്കര നിർണായകമാണെന്ന് അദ്ദേഹം വിശ്വസിക്കും. അതേപോലെ തന്നെ സോഷ്യൽ സയൻസുകളോട് ഒരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിനായിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം എല്ലാ സബ്ജക്ട്സുകളുടെയിലൂടെയും ഇതിനെ വീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനൊരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചായിട്ട് കണക്കാക്കുന്നത്. ഹി എംഫസൈസ് ദ മൈക്രോ സ്ട്രക്ചേഴ്സ് ലൈക്ക് സ്റ്റേറ്റ്, നേഷൻ ആൻഡ് ക്ലാസ് ആൻഡ് ക്യാരക്ടറൈസ് ദ ഡോമിനൻറ്റ് സ്ട്രക്ചർ ഫങ്ഷണലിസ്റ്റ് അനാലിസിസ് ഇൻ ഇന്ത്യൻ സോഷ്യോളജി ഓഫ് ദ 1960s ആൻഡ് 70s. ഇപ്പോൾ നാഷൻ,
നാഷൻ ആൻഡ് പൊളിറ്റിക്കൽ ക്ലാസ് തുടങ്ങിയിട്ടുള്ള മാക്രോ സ്ട്രക്ചറുകൾ അദ്ദേഹം എംഫസൈസ് ചെയ്യും. 1960s-ലും 70s-ലൊക്കെ ഇന്ത്യൻ സോഷ്യോളജിയുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചുകളിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിശകലനത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്രോച്ചുകളുടെ വിശകലനത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മെത്തഡോളജി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആണ്. ദ 1940s and 60s the saw the rise of the socialist ideologies and government with 1/3 of the world population living in the socialist countries by the 1960s. 1940s 60s സോഷ്യലിസ്റ്റ് ഐഡിയോളജീസുകളുടെയും ഗവൺമെൻറ്റുകളുടെയും ഒരു എമർജൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു 1960 ആയപ്പോഴേക്കും വേൾഡ് പോപ്പുലേഷൻ്റെ 1/3 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലാണ് താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത്. കൺകറൻ്റ്ലി ബ്രിട്ടീഷ് മോണോപോളി ഡിക്ലൈൻഡ് ആൻഡ് കൊളോണിയൽ പവർ വീക്കൻഡ് ഗ്ലോബലി. അപ്പോൾ ഇതേ ഒരു സമയം തന്നെ ബ്രിട്ടീഷ് മോണോപോളി ക്ഷയിക്കുകയും ഗ്ലോബലി കൊളോണിയൽ പവർ ദുർബലമാവുകയും ചെയ്തിട്ടുണ്ട്. ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക ഫ്യൂൾഡ് ദ ഗവൺമെൻറ് ഓഫ് നാഷണലിസം ഓഫ് ദീസ് റീജിയൻസ്. ഇപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സുകൾ ആ ഒരു പ്രദേശത്തെ നാഷണലിസത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. ആർ ദേശായിസ് വർക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് ഇറ്റ്സ് കീ ഫീച്ചേഴ്സ്. അതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത് AR ദേശായിയുടെ ഒരു വർക്കാണ്. അപ്പോൾ അതിൽ വരുന്ന കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. His doctoral thesis, the supervised by G.S. Gure, offered at critical Marxian perspective on the social background of Indian nationalism, highlighting the upper caste and class nature of the movements. ഇപ്പോൾ AR ദേശായിയുടെ ഡോക്ടറൽ തെസീസുകളെല്ലാം തന്നെ GS ഗുരയുടെ ഒരു സൂപ്പർവിഷനിലാണ് അല്ലെങ്കിൽ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെയും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളെയും കുറിച്ചിട്ടുള്ള ആ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഈ ഒരു മാർക്സിയൻ പെർസ്പെക്റ്റീവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മൂവ്മെൻറ്റ്സ് അപ്പർ കാസ്റ്റ്, ക്ലാസ് നാച്ചേഴ്സിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ദേശായി യൂട്ടിലൈസ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് ടു അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നേഷൻ, ക്ലാസ് ആൻഡ് പവർ ഇൻ ഇന്ത്യ, ആർഗ്യൂയിങ് ദാറ്റ് ദ അപ്പർ ക്ലാസസ് ഇമ്പോസ്ഡ് ദെയർ ഇൻട്രസ്റ്റ് ഡെസ്പൈറ്റ് ദ മാസ് ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യയുടെ നാച്ചർ, ക്ലാസ്, പവർ എന്നിവയൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം അനലൈസ് ചെയ്യാനായിട്ട് ദേശായി ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി ആക്റ്റീവുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഒരു മാസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നിട്ടും അപ്പർ ക്ലാസ്സുകാർ അവരുടെ ഇൻട്രസ്റ്റുകൾ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ദ വർക്ക് പ്രൊവൈഡ് ഇൻ ഡെപ്ത് നോളജ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ്, ഇൻക്ലൂഡിംഗ് ദ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ എക്കണോമിക്, പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഡ്യൂറിംഗ് ദ 18th and 19th and early 20th century. ഇപ്പോൾ 18th, 19th and early 20th സെഞ്ചുറികളുടെ ഒക്കെ ഒരു എക്കണോമിക് സ്ട്രക്ചറിലും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ ഫോർമേഷനിൽ ഉൾപ്പെടെ കൊളോണിയൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ സോഷ്യൽ ചേഞ്ചസുകളെ കുറിച്ചിട്ട് ഒരു ആഴത്തിലുള്ള ഒരു അറിവ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ദേശായിയുടെ ഈ ഒരു കൃതി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് റൂൾസ് ഇൻ ഇന്ത്യ സിഗ്നിഫിക്കൻസ്ലി ഇമ്പാക്റ്റഡ് എക്സിസ്റ്റിംഗ് ദ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ബൈ വീക്കനിങ് ദ ഫ്യൂഡൽ സിസ്റ്റംസ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് കാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹൈറാർക്കീസ്, അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ന്യൂ സോഷ്യൽ ക്ലാസസ്. അല്ല, ബ്രിട്ടീഷ് റൂൾസിനെയും ഫ്യൂഡൽ സിസ്റ്റത്തിനെയും ദുർബലപ്പെടുത്തിക്കൊണ്ട് കാസ്റ്റ് അതേപോലെ തന്നെ സോഷ്യൽ ഹൈറാർക്കികളെയും ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ട് നിലവിലുള്ള സോഷ്യൽ സ്ട്രക്ചറുകളെ സാരമായിട്ട് ഇത് സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പുതിയ സോഷ്യൽ ക്ലാസ്സുകളുടെ എമർജൻസിനും കാരണമാകുന്നുണ്ട്. ദിസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റഡീസ് ത്രൂ എ scientific lens of insight into the social dynamics of colonial expansion and the subsequent independence movements, providing a fresh perspective on changes in independent India. അതേപോലെ തന്നെ സയൻറ്റിഫിക് ലെൻസുകളിലൂടെ പഠിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊളോണിയൽ ഡെവലപ്മെൻറ്റ്സിനെയും തുടർന്നുള്ള ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സുകളുടെയും സോഷ്യൽ ഡൈനാമിക്സുകളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് നൽകുന്നുണ്ട്. ഇത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു പുതിയ കാഴ്ചപ്പാട് തന്നെയാണ് നൽകുന്നത്. ദ ബുക്ക് അപ്ലൈ ദ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആൻഡ് ദ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ടു അനലൈസ് ഇന്ത്യ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ റിയാലിറ്റി, particularly focusing on the structural transformation and class nature of anti-colonial
കൊളോണിയൽ മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. അപ്പോൾ ഈ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലെ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്സുകളുടെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷനുകളിലും അതേപോലെ തന്നെ ക്ലാസ് നാച്ചുറലിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ യാഥാർത്ഥ്യങ്ങളെ വിശകലനം ചെയ്യുന്നതിന് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസവും മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവും ഈ ഒരു പുസ്തകം എന്ത് ചെയ്യുന്നത് പ്രയോഗിക്കുന്നത്. ഇറ്റ് ഓഫർ ഇൻസൈറ്റ് ഇൻ ടു ദ സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയൽ റൂൾസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. അപ്പോൾ ഇത് കൊളോണിയൽ ഡെവലപ്മെൻറ്റിൻ്റെ സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക്കൽ ഇമ്പാക്ട്സുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നാഷണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. ദ ബുക്ക് അഡ്വക്കേറ്റ് ഫോർ പൊളിറ്റിക്കൽ പവർ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ടു ബി ഹെൽഡ് ബൈ ദ വർക്കിംഗ് ക്ലാസ് ഫോർ എ സോഷ്യലിസ്റ്റ് പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പവർ വർക്കിംഗ് ക്ലാസ്സുകളുടെ കൈവശം വയ്ക്കണമെന്നാണ് ഇദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു ബുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് പാത്തും ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. നാഷണലിസം ആണ്. നാഷണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യൻ നാഷണലിസം ഈസ് എ മോഡേൺ ഫിനോമിന സ്റ്റീമിംഗ് ഫ്രം ദ എൻകൗണ്ടർ വിത്ത് ബ്രിട്ടീഷ് റൂൾസ്. അപ്പോൾ ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത് ഒരു മോഡേൺ ഫിനോമിനയാണ്. ഇതെന്താണ് ബ്രിട്ടീഷ് ഭരണവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു മോഡേൺ ഫിനോമിനയാണ്. ഇറ്റ്സ് എമർജൻസ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഹിസ്റ്റോറിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു എമർജൻസിന് പല കാരണങ്ങളും ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിലുൾപ്പെടുന്നതാണ് ഹിസ്റ്റോറിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെ. ദ സ്റ്റഡി ഓഫ് നാഷണലിസം ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡ്യൂ ടു ദ കോംപ്ലക്സ് സോഷ്യൽ സിസ്റ്റം റിഫ്ലക്റ്റഡ് ഇൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ നാഷണലിസവും നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റത്തിന് കാരണങ്ങളിലാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ദിസ് കോംപ്ലക്സ് സോഷ്യൽ സിസ്റ്റം വിത്ത് ഇറ്റ്സ് ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് എത്നിക് റിലീജിയസ് ആൻഡ് കാസ്റ്റ് ഗ്രൂപ്പ് ഫോംഡ് എ ഹെട്രോജീനിയസ് കോണ്ടെക്സ്റ്റ് ഓഫ് നാഷണലിസം. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു കോംപ്ലക്സ് സോഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് എത്നിക് റിലീജിയസ് ആൻഡ് കാസ്റ്റ് ഗ്രൂപ്പ്സുകൾ, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷ, വംശം, മതം, ജാതി ഗ്രൂപ്പുകളാണ് ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിസ്റ്റത്തിൽ നാഷണലിസത്തിൽ വൈവിധ്യമാർന്നിട്ടുള്ള ഒരു പശ്ചാത്തലം, ഒരു ഹെട്രോജീനിയസ് കോണ്ടെക്സ്റ്റ് സൃഷ്ടിക്കുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ചേഞ്ചസ് ഇൻ എക്കണോമിക് സ്ട്രക്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലീഡിംഗ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫ്യൂഡൽ സിസ്റ്റംസ്. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയെ ഏകീകരിക്കുകയും ഇവിടുത്തെ എക്കണോമിക് സ്ട്രക്ചറുകൾ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഇത് ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു. ദ എമർജൻസ് ഓഫ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസസ് ഹു ഡെവലപ്ഡ് ആൻ antagonistic relationship between the British colonialism became the central to the anti-imperialistic struggle and the rise of national consciousness. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് കൊളോണിയലിസവുമായിട്ട് ശത്രുതാപരമായ ഒരു ബന്ധം വളർത്തിയെടുത്തത് വിദ്യാസമ്പന്നരായിട്ടുള്ള മധ്യവർഗങ്ങളുടെ ആവിർഭാവം, അതായത് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സുകളുടെ ആവിർഭാവം, അതേപോലെ തന്നെ ആൻറ്റി ഇമ്പീരിയലിസ്റ്റിക് സ്ട്രഗിളുകൾ, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം, ഇതൊക്കെ എന്ത് ചെയ്തു? ദേശീയ അവബോധം, ഒരു നാഷണൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഉദയത്തിനുള്ള ഒരു കേന്ദ്രബിന്ദുവായിട്ട് മാറി. A.R. Desai social background of India nationalism examined the factors contributing to the nationalism in India, analyzing it from a Marxist perspective, focusing on the relationship between new classes and the emergence of India as a national states. അപ്പോൾ A.R. ദേശായിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ ഇന്ത്യയിലെ നാഷണലിസത്തിന് കാരണമാകുന്ന ഘടകങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിലൊരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ക്ലാസ്സുകൾ തമ്മിലുള്ള ബന്ധത്തിനും ഇന്ത്യയിലെ ഒരു നാഷണലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഉയർന്നു വരുന്നതിലും ശ്രദ്ധയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബിഫോർ കൊളോണിയൽ റൂൾ ഇന്ത്യ lacked a unified nationalist consciousness due to the political fragmentation into the small princely states and the geographical barriers hindering the communication. അപ്പോൾ ഒരു ബ്രിട്ടീഷ് റൂൾസുകൾ വരുന്നതിന് മുന്നത്തെ ഒരു സമയമെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു യൂണിഫൈഡ് നാഷണൽ കോൺഷ്യസ്നെസ്സിൻ്റെ അഭാവം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുള്ള റീസൺസ് എന്തായിരുന്നു? ഇവിടെ നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ പരമായിട്ട് ആളുകളെ വിഭജിക്കപ്പെടുന്ന ഒരു നാട്ടുരാജ്യങ്ങളായിട്ട്, രാഷ്ട്രീയപരമായിട്ട്
ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്ത് ചെയ്തു, ജോഗ്രഫിക്കലി ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ദേശീയബോധം ഉണ്ടാവാതിരിക്കാൻ കാരണമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഒരു യൂണിഫൈഡ് നാഷണലിസ്റ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അഭാവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീസൺസ് കൊണ്ടൊക്കെയാണ് പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജ് റിപ്പബ്ലിക് ആൻഡ് ദ സൊസൈറ്റി ഡിവൈഡഡ് ബൈ കാസ്റ്റ് ആൻഡ് റീജിയൻ വിച്ച് ഹിൻഡർ ദ നാഷണൽ കോൺഷ്യസ്നെസ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജ് റിപ്പബ്ലിക്. എന്താണ്, സ്വയം പര്യാപ്തമായ ഗ്രാമ റിപ്പബ്ലിക്കുകളായിരുന്നു. അതേപോലെ തന്നെ എന്തായിരുന്നു, സൊസൈറ്റി ഡിവൈഡഡ് ബൈ കാസ്റ്റ് ആൻഡ് റീജിയൻ വിച്ച് ഹിൻഡേർഡ് ദ നാഷണൽ കോൺഷ്യസ്നെസ്. അപ്പോൾ ഇത് കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയൊക്കെ ബേസിസിൽ വിഭജിക്കപ്പെട്ട ഒരു സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ നാഷണൽ ബോധത്തിന് എന്ത് ചെയ്തു, ഒരു നാഷണൽ കോൺഷ്യസ്നെസ്സിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ദേശായി എക്സ്പ്ലോർ ദ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റൂട്ട്സ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾസ്. ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് റൂൾസിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നാഷണലിസത്തിൻ്റെ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ പൊളിറ്റിക്കൽ റൂട്ട്സുകളൊക്കെ ദേശായി കാണാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഹി ആർഗ്യൂ ദാറ്റ് ദ കൊളോണിയൽ ഇൻ്റർവെൻഷൻസ് അലോങ് വിത്ത് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ റൈസ് ഓഫ് നാഷണലിസ്റ്റ് ഫീലിംഗ്. അതേപോലെ തന്നെ ഇവിടെ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോഴ്സുകളുടെ കോൺട്രിബ്യൂഷനെയും അതേപോലെ തന്നെ കൊളോണിയൽ ഇടപെടലുകളെയും നാഷണലിസത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ദേശായി വർക്ക് എംഫസൈസിങ് അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫൗണ്ടേഷൻ ഓഫ് നാഷണൽ സെൻറ്റിമെൻറ്റ്സ് ടു കോംപ്രിഹെൻസ് ദ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പോൾ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ സോഷ്യോളജി മനസ്സിലാക്കുന്നതിനായിട്ട് നാഷണലിൻ്റെ സെൻറ്റിമെൻറ്റ്സുകൾ, അതായത് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫൗണ്ടേഷനുകൾ മനസ്സിലാക്കുന്നതിൽ ദേശായിയുടെ വർക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് വരുന്നത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. AR ദേശായി സ്റ്റേറ്റ്സ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ എക്സാമിൻ ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി റിലേഷൻഷിപ്പ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അപ്പോൾ AR ദേശായിയുടെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ സോഷ്യോ കൾച്ചറൽ റിലേഷൻഷിപ്പുകൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ദ ബുക്ക് ഫോക്കസ് ഓൺ ഇന്ത്യാസ് ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് റോൾ ഇൻ ദ പ്രോസസ്സ്. അതേപോലെ തന്നെ ഈ ഒരു പുസ്തകത്തിൽ ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോസസ്സുകളുടെ സ്റ്റേറ്റ്സിൻ്റെ പങ്കിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദേശായി അനലൈസ് ദ ഹൗ സ്റ്റേറ്റ്സ് ത്രൂ ഇറ്റ്സ് ലീഗൽ ഫ്രെയിംവർക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് ഫെസിലിറ്റേറ്റഡ് ദ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക്, റൂൾസ്, പോളിസീസ് എന്നിവയിലെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് ദേശായി ഈ ഒരു വർക്കിലൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഹി ആർഗ്യൂ ദാറ്റ് ദ സ്റ്റേറ്റ് വാസ് ദ ക്രൂഷ്യൽ ഇൻ ഷേപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോട്ടിംഗ് ക്യാപിറ്റലിസ്റ്റ് ഗ്രോത്ത് ഇൻക്ലൂഡിംഗ് ദ പബ്ലിക് സെക്ടർ പ്ലാനിംഗ് ആൻഡ് ദ മിക്സ്ഡ് എക്കണോമി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് സെക്ടർ പ്ലാനിംഗ്, മിക്സ്ഡ് എക്കണോമി എന്നിവയുൾപ്പെടെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ രൂപപ്പെടുത്തുന്നതിൽ സ്റ്റേറ്റ് നിർണായകമായ പങ്ക് വഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ദേശായിസ് ഏർലി വർക്ക് ഫോക്കസ്ഡ് ഓൺ ദ ഇക്കണോമിക് ഫങ്ഷൻസ് ആൻഡ് ക്ലാസ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, വൈൽ ലേറ്റർ വർക്ക് എക്സ്പോസ്ഡ് ഇറ്റ്സ് റെപ്രസീവ് ആൻഡ് ഇൻഡോളജിക്കൽ ഫങ്ഷൻസ് ആസ് സീൻ ഇൻ വർക്ക് ലൈക്ക് ദ വയലേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ആദ്യകാലത്തെ ദേശായിയുടെ വർക്കുകളെല്ലാം ഫോക്കസ് ചെയ്തിരുന്നത് എക്കണോമിക് ഫങ്ഷൻ, ക്ലാസ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇതിലൊക്കെയായിരുന്നു. ദെൻ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി, റെപ്രസീവ് ആൻഡ് ഇൻഡോളജിക്കൽ ഫങ്ഷൻസുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഏതുപോലെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വർക്കായിട്ടുള്ള വയലേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ കാണുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ദേശായിയുടെ വർക്കുകൾ ആദ്യകാലത്ത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ എക്കണോമിക് ധർമ്മങ്ങളെയും അതേപോലെ തന്നെ ക്ലാസ് നാച്ചുറലാണ് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഈ പറഞ്ഞ പോലെ തന്നെ വയലേഷൻ ഓഫ് ദ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ കാണുന്നത് പോലെ ഇവിടെയുള്ള അടിച്ചമർത്തലുകളെയും പ്രത്യയശാസ്ത്രപരമായ ധർമ്മങ്ങൾ അല്ലെ ഐഡിയോളജിക്കൽ ഫങ്ഷൻസിനെയും ഇദ്ദേഹം എന്ത് ചെയ്തു, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. ഹി ക്രിട്ടിക്കലി അനലൈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മോഡേൺ ഇന്ത്യൻ സ്റ്റേറ്റ് പെർട്ടിക്കുലർലി ഡ്യൂറിങ് ആഫ്റ്റർ ദ കൊളോണിയൽ പീരീഡ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്തത് കൊളോണിയൽ പീരീഡിലും അതിനുശേഷം ഉണ്ടാകുന്ന മോഡേൺ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ടുള്ളത്. Desai challenged the concept of modernization, arguing that the state is pursued the capitalist modernization can become the repressive and
റൈറ്റ്സ് ഓഫ് ദ ഒപ്രഡ്. അപ്പോൾ ഈ ദേശായിയുടെ അഭിപ്രായത്തിൽ മോഡേണൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ത് ചെയ്തു, വെല്ലുവിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വെല്ലുവിളിക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മോഡേണൈസേഷൻ പിന്തുടരുന്ന അഡ്മിനിസ്ട്രേഷനുകൾ അടിച്ചമർത്തലാക്കാനും അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാനും കഴിയുമെന്ന് വാദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മോഡേണൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വെല്ലുവിളിച്ചത്. ഹിസ് അനലൈസ് ദ പ്ലേസസ് ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ സെൻറ്റർ എക്സാമിൻ ഇൻ ദ റോൾ ഇൻ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഇൻ ദ റൈറ്റ്സ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിൽ സ്റ്റേറ്റ്സ് വഹിക്കുന്ന പങ്കിനെ മോഡേണൈസ് ചെയ്യപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങളിൽ അതിൻ്റെ സ്വാധീനത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശകലനം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഹി എക്സാമിൻ ഹൗ ദ സ്റ്റേറ്റ്സ് ഈസ് ദ പെർസ്യൂട്ട് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് മോഡേണൈസേഷൻ ഓഫ്റ്റൻ അഡോപ്റ്റ് ആൻഡ് റെപ്രസീവ് സ്റ്റാൻഡ്സ് ലീഡിംഗ് ടു ദ ഗ്രോയിങ് റെസിസ്റ്റൻസ് ഫ്രം ദ വേരിയസ് സെഗ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് മോഡേണൈസേഷൻ പിന്തുടരുന്ന അഡ്മിനിസ്ട്രേഷൻ പലപ്പോഴും എന്താണ്, അടിച്ചമർത്തപ്പെട്ടവരുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നും ഇത് സൊസൈറ്റിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ചെറുത്തുനിൽപ്പിന് കാരണമാവുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട്സ് ഡിസ്കസ്ഡ് ഇൻ ദേശായിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇൻ 2-3 കാറ്റഗറീസ്. അപ്പോൾ ഇവിടെ ദേശായിയുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സുകൾ 3 വിഭാഗങ്ങളായിട്ടാണ് ദേശായി വിഭജിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ദ റൈറ്റ്സ് ഓഫ് ബൂർഷ്വാസീസ് പ്രോപ്പർട്ടി റിലേഷൻസ് വിത്ത് എൻകംപാസ് റൈറ്റ് ടു ഹോൾഡ് പ്രോപ്പർട്ടി ആൻഡ് എംപ്ലോയി വേജ് ലേബർ. അപ്പോൾ ബൂർഷ്വാസികളുടെ സ്വത്തവകാശ ബന്ധങ്ങളുടെ അവകാശത്തിൽ നിന്ന് സ്വത്ത് കൈവശം വയ്ക്കാനും കൂലി തൊഴിലാളികളെ നിയമിക്കാനുള്ള അവകാശമാണ് ഉൾപ്പെടുന്നത്. ദെൻ സിവിൽ റൈബിലിറ്റീസ് ദാറ്റ് ആർ പ്രൊഡക്ട്സ് ഓഫ് ദ ബൂർഷ്വാസീസ് റെവല്യൂഷൻസ് ഇൻക്ലൂഡ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഹാബിയസ് കോർപ്പസ് പെറ്റീഷൻസ്, ഫ്രീഡം ഓഫ് പ്രസ് ആൻഡ് പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷൻസ്. അപ്പോൾ സെക്കൻഡ് വണ്ണിൽ വരുന്നത് ബൂർഷ്വാ റെവല്യൂഷൻസിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ, ഹർജി കൊടുക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് പ്രസ്, പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷൻ, പത്രസ്വാതന്ത്ര്യവും പൊതുമേഖലാ വിദ്യാഭ്യാസവും എന്നിവയ്ക്കാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. റൈറ്റ് ഓഫ് ദ പൊളിറ്ററൈറ്റ് സച്ച് ആസ് ദ റൈറ്റ് ടു പിക്ക് ദ സ്ട്രൈക്ക് ആൻഡ് ഓർഗനൈസ്. അപ്പോൾ പിക്കറ്റ് ചെയ്യാനും പണിമുടക്കാനും സംഘടിപ്പിക്കാനുമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളാണ് 3ാമത്തെ വിഭാഗത്തിലായിട്ട് ഉൾക്കൊള്ളുന്നത്. Desai highlight that the state increasingly repudiate the second and third categories of the right in intensify the generation of surplus value and the capital accumulation. This intensified the policing, its attributing to the decline socio-economic value of the capitalist framework, which lead to capitalism of the substandard and exploited. അതേപോലെ തന്നെ സർപ്ലസ് വാല്യൂ, ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേഷൻ തീവ്രമാക്കുന്നതിനുള്ള 2 വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്റ്റേറ്റ്സ് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നിരാകരിക്കുന്നുവെന്ന് ദേശായി എടുത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഫ്രെയിംവർക്കിൻ്റെ ഒരു സോഷ്യോ എക്കണോമിക് മൂല്യം കുറയുന്നതാണ് ഈ തീവ്രമായിട്ടുള്ളൊരു പോലീസിങ്ങിന് കാരണമാവുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നിലവാരം കുറഞ്ഞതും ചൂഷണം ചെയ്യപ്പെട്ടതുമായ സൊസൈറ്റിയിലേക്കുള്ളൊരു വിമർശനത്തിലേക്കാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാർക്സിസ്റ്റ് അപ്രോച്ചിൻ്റെ ക്രിറ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെനി സോഷ്യോളജിസ്റ്റ് പെർട്ടിക്കുലർലി ദോസ് വിത്ത് ദ മാർക്സിസ്റ്റ് perspectives view Desai projects are primarily ideological and political oriented towards debates within the mainstream communist movements regarding the strategies and capitalist of socialist revolutions. അപ്പോൾ പല സോഷ്യോളജിസ്റ്റുകളുടെയും അഭിപ്രായത്തിൽ എസ്പെഷ്യലി അതാരാണ്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് കോണിലുള്ളവർ ദേശായിയുടെ പദ്ധതികൾ പ്രൈമറിലി ഇത് ഇഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ പരവും, അതേപോലെ തന്നെ മുതലാളിത്ത അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റവല്യൂഷനുമായിട്ടുള്ള യന്ത്രങ്ങളെക്കുറിച്ചുള്ളൊരു മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന സംവാദങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാണ് വീക്ഷിക്കുന്നത്. സം മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ക്രിറ്റിസൈസ്ഡ് ഹിസ് അനാലിസിസ് ആസ് ലാക്കിംഗ് ഡെപ്ത് ആൻഡ് ബീയിങ് ഓവർലെസ് സിംപ്ലിസിറ്റിക്, ഫെയിലിംഗ് ടു ദ ഗ്രാസ്പ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഇന്ത്യൻ ക്യാപിറ്റലിസം ആൻഡ് പ്രൊട്ടസ്റ്റന്റ്. അതേപോലെ തന്നെ ചില മാർക്സിസ്റ്റ് സ്കോളേഴ്സ് അദ്ദേഹത്തിൻ്റെ വിശകലനത്തെ ഇൻഡെപ്ത് അല്ലാത്തതും, അതായത് അമിതമായിട്ട് സിമ്പിളായി പോയി എന്നുള്ളതിൻ്റെ പേരിലും ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെയും പ്രതിഷേധങ്ങളിലെ സങ്കീർണതകൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നേരിട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നേരിടുന്ന വിമർശനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പല സോഷ്യോളജിസ്റ്റുകളും, അതായത് മാർക്സിസ്റ്റ് വീക്ഷണകോണിൽ നിന്നിട്ട് ഉള്ളവർ ദേശായിയുടെ പദ്ധതികളെ പ്രാഥമികമായിട്ട് പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായും മുതലാളിത്തം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനായുള്ള തന്ത്രങ്ങളെക്കുറിച്ചുള്ള മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന സംവാദങ്ങൾ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന് വീക്ഷിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ചില സോഷ്യോളജിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വിശകലനത്തെ ആഴമില്ലാത്തതും അതേപോലെ തന്നെ ഓവർലി സിംപ്ലിസ്റ്റിക് ആയി എന്നുള്ളതിൻ്റെ പേരിലും കോംപ്ലക്സിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ദേശായി വർക്ക് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഫോർ ലാക്കിംഗ് ആൻഡ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ടു അനലൈസ് ദ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് കാസ്റ്റ് ആൻഡ് ദെയർ ഇൻട്രാക്ഷൻസ് വിത്ത് ജെൻഡർ, എത്തിനിസിറ്റി ആൻഡ് ലാംഗ്വേജ്. കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള ആ ഒരു ഇൻ്റർപ്ലേനെയും അതേപോലെ തന്നെ ജെൻഡർ, എത്തിനിസിറ്റി ആൻഡ് ലാംഗ്വേജ് എന്നിവ തമ്മിലുള്ള അവയുടെ ഇടപെടലിനെയും വിശകലനം ചെയ്യുന്നതിലുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൻ്റെ അഭാവം ദേശായിയുടെ കൃതികളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. ദേശായി തിയറീസ് റൂട്ടഡ് ഇൻ ദ മാർക്സിസ്റ്റ് മെത്തഡോളജി അനലൈസ് ഇന്ത്യൻ നാഷണലിസം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, എക്സാമിൻ ദ ആസ്പെക്ട്സ് ലൈക്ക് ദ കാസ്റ്റ്, ക്ലാസ് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി ത്രൂ ദ ലെൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. അപ്പോൾ ദേശായിയുടെ ഈ ഒരു വർക്കിൽ അദ്ദേഹം മാർക്സിസ്റ്റ് മെത്തഡോളജീസിൽ വേരൂന്നിയിട്ടുള്ള തിയറീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യൻ നാഷണലിസത്തെ വിശകലനം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള കാസ്റ്റ്, ക്ലാസ് സ്ട്രക്ചറുകൾ, സോഷ്യൽ ഡൈനാമിക്സുകൾ എന്നിങ്ങനെയുള്ള വശങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ലെൻസിലൂടെ നോക്കി കാണാനായിട്ട് ഈ വശങ്ങളൊക്കെ അതിലൂടെ പരിശോധിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഹി ക്രിട്ടിസൈസ്ഡ് ദ പ്രീ കൊളോണിയൽ ഇന്ത്യൻ വില്ലേജ് ഓഫ് സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ഓട്ടോക്രാറ്റിക്, വ്യൂയിങ് ദം ആസ് സ്റ്റാറ്റിക് ആൻഡ് അൺപ്രോഗ്രസീവ്, ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ദ എക്സ്പ്ലോയിറ്റീവ് എക്സ്പീരിയൻസ് ഈസ് ലൈക്ക് ടു കോംപ്രിഹെൻസിങ് ഐഡൻറ്റിറ്റി ഫോർമേഷൻസ്. അപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ഇന്ത്യൻ വില്ലേജസുകൾ എന്തായിരുന്നു, സെൽഫ് സഫിഷ്യൻ്റ് ആൻഡ് ഓട്ടോക്രാറ്റിക് ആയിരുന്നു, സ്വയം പര്യാപ്തതയും സ്വച്ഛാധിപത്യമായിരുന്നു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് സ്റ്റാറ്റിക് ആൻഡ് അൺപ്രോഗ്രസീവ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സ്ഥിരവും പുരോഗമനപരമല്ലാത്തതാണെന്നും അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് എന്താണ്, ചൂഷണാനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിനും സ്വത്വ രൂപീകരണം മനസ്സിലാക്കുന്നതിലും പ്രധാനമാണെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ഇതെന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് എക്സ്പീരിയൻസ് ടു കോംപ്രിഹെൻസിങ് ദ ഐഡൻറ്റിറ്റി ഫോർമേഷൻ. Despite his comprehensive analysis using the Marxist concept, a critique by the Yogendra Singh highlights the lack of empirical evidence and questionable historiographic assertions in ദേശായി's primary claims. അപ്പോൾ മാർക്സിസ്റ്റ് വീക്ഷണങ്ങൾ ഉപയോഗിച്ച് ഒരു സമഗ്രമായിട്ടുള്ളൊരു വിശകലനം ഉണ്ടായിരുന്നിട്ടും യോഗേന്ദ്ര സിംഗ് ഇതിനെ ദേശായിനെ വിമർശിക്കുന്നത് പ്രാഥമിക അവകാശവാദങ്ങളിൽ അനുഭവപരമായ തെളിവുകളുടെയും അതേപോലെ തന്നെ സംശയാസ്പദമായ ചരിത്രപരമായ പ്രസ്താവനകളുടെയും അഭാവം എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളെ, അതായത് യോഗേന്ദ്രനാഥ് സിംഗ് ആർ ദേശായിയുടെ വർക്കുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. Desai's works, particularly the social background of Indian nationalism, gained a significant acclaim in the late 1960s and early 70s, setting the precedents and combining the sociology and history within a Marxist perspectives. ദേശായിയുടെ വർക്കായിട്ടുള്ള ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ 1960s അവസാനത്തിലും 70s ഒരു തുടക്കത്തിലൊക്കെ എന്ത് ചെയ്തു, നല്ല ഒരു പ്രശംസ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്സിസ്റ്റ് ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് സോഷ്യോളജിനെയും ഹിസ്റ്ററിയും സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു മാതൃകകൾ ഫ്രെയിംവർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കും. ആർ ദേശായി ആരാണ്, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്തൊക്കെയായിരുന്നു, മെത്തഡോളജിക്കൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എങ്ങനെയാണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എങ്ങനെയാണ്, നാഷണലിസം ഇന്ത്യയിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ക്രിട്ടിക് ഓഫ് ദ മാർക്സിസ്റ്റ് അപ്രോച്ച്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.